ഫ്രെയിം ചെയ്തത് ആ മൂലക്ക് കുറേ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ ഫ്രെയിംസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എൻ്റെ ചായ എടുത്ത് ടേബിളിൽ ഇരുന്നിട്ട് ഇന്ന് ആരെയാണ് വരയ്ക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കിട്ടില്ല ചായ കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, എന്നാലും അടിപൊളി ചായ. പിന്നെ കുറച്ച് കപ്പോറയൊക്കെ ഉണ്ട്, അതുമൊക്കെ കുറച്ചിരുന്നിട്ട് രാവിലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി നോക്കി. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടമായി. പക്ഷേ എന്നാലും നമുക്ക് വരയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ കക്ഷിയിലാണ്. യൂട്യൂബ് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആളെ അറിയാൻ പറ്റും. പേര് ജോക്കുട്ടൻ. കുറേ അധികം ആൾക്കാരെ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുന്ന പോലെ റോസ്റ്റ് ചെയ്യുന്ന ഒരു മുതലാണ്. നമ്മളെന്തായാലും റോസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, കാരണം ചെറിയ ചെറിയ ടാലൻ്റുള്ള ആൾക്കാരെയൊക്കെ മൂപ്പര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കുട്ടനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ആ ഗ്രേ കളറിലെ പേപ്പർ എടുത്തിട്ട് ഔട്ട്ലൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഇത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വഴിയേ മനസ്സിലാവും. അപ്പോൾ ആദ്യമേ ഞാൻ നമ്മുടെ ഔട്ട്ലൈനൊക്കെ ഇട്ട് സെറ്റാക്കി. നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം പകുതിയാകാറായപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ അന്തരീക്ഷം ആകെ ഒരു ഇരുണ്ട് കൂടിയ അവസ്ഥയായി. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കളറിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ ടേബിളിലാൻ വിട്ടിട്ട് നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഔട്ട്ലൈൻ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ രാത്രിയായത് കാരണം ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങാം, നാളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ ഔട്ട്ലൈൻ ഓൾമോസ്റ്റ് കഴിയാറാക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഇനി ഒരു കുറച്ച് പോർഷനും കൂടി ഉണ്ട്, അത് ഞാൻ കാലത്തേ തന്നെ വന്നിരുന്നിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്ത് വെച്ചു. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കളറിങ് ഈസി ആയിട്ട് ചെയ്യാമല്ലോ എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ആ ധാരണ തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ എന്തായാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഇനി കളർ പെൻസിലുകളുടെ വരവാണ്. ഞാൻ എന്താ നമ്മുടെ കളർ മാക്രോൺസിൻ്റെ കളർ പെൻസിൽസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രമൊന്നും കാര്യം നടക്കില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡെർവൻ ലൈറ്റ് ഫാസ്റ്റിനെയും കുറച്ച് പോളിക്രോമോസിനെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഷാർപ്പൺ ചെയ്തും എടുത്തു. എനിക്ക് കൂട്ടായിട്ട് ഞാൻ എന്താ നമ്മുടെ പട്ടിക്കുട്ടീനെ സൈഡിലെടുത്ത് വെച്ചു, കളർ ചെയ്ത് തുടങ്ങി. പക്ഷേ കളർ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹേർട്ട് വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേ കളറിലെ പേപ്പറിൽ നമുക്ക് കളർ പെൻസിൽ ചെയ്യാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ അതുപോലെയുള്ള ഇമേജസ്, അതായത് എന്തെങ്കിലും തിങ്സ് കാര്യങ്ങളോ വരയ്ക്കുമ്പോഴായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇതുപോലെ ഒരു പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഈ ഒരു പേപ്പർ ഒട്ടും തന്നെ സ്യൂട്ടല്ല. ഞാൻ നല്ല പോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നല്ല പോലെ ഡെഡായി എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ക്യാപ്പൊക്കെ നല്ല ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തത്. എനിക്ക് ആളുടെ ആ ഒരു ഓറഞ്ച് ക്യാപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഈ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതിൽ ചെയ്യാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ പേസ്റ്റൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ക്യാപ്പ് ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്കിൻ ടോണിലേക്ക് കിടന്നപ്പം അയ്യോ ഒന്നും പറയണ്ട. കാരണം വൈറ്റ് പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്ന കളറ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ എൻ്റെ കിളി പറന്നു. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തീർത്താൽ മതിയെന്നായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കുന്നത് കഷ്ടമല്ലേ. അതുകൊണ്ട് എന്തായാലും ഞാനിത് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിൽ ആ ഒരു കുറ്റബോധം ഇങ്ങനെ കിടക്കുക. എനിക്ക് ഈ പേപ്പർ ചൂസ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീല്. കാരണം നല്ലൊരു റെഫറൻസ് പിക്കായിരുന്നു, നല്ല രീതിയിൽ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. ഞാൻ ആ വൈറ്റ് പേപ്പറാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയേനെ. അൺഫോർച്ചുനേറ്റ്ലി എന്തായാലും ഇതിങ്ങനെ സംഭവിച്ചു പോയി. സാധാരണ നമുക്കൊരു കളർ പെൻസിൽ പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു 4 to 5 days ഒക്കെ എനിക്ക് വേണ്ടി വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് 3 ദിവസമേ വേണ്ടി വന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. പിന്നെ കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ നമ്മുടെ ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഷടപടേന്നങ്ങ് ഫിനിഷ് ചെയ്ത് വിട്ടു. ഓരോ പരീക്ഷണങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്, ഇനി മേലാൽ ഗ്രേ കളറിലെ പേപ്പറിൽ പോർട്രേറ്റ് വരയ്ക്കരുത്, അതായത് കളർ പെൻസിൽ പോർട്രേറ്റ്. എനിവേ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കി ഞാൻ സൈനും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ നമുക്കിനി ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ജോക്കുട്ടൻ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ സോറി ജോക്കുട്ട, എനിക്കിതിൽ നന്നായിട്ട് വരയ്ക്കാനായിട്ട് പറ്റിയേനെ. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയൊക്കെ സാധിച്ചുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.